ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ പരിഹരിക്കാൻ തുടർ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. CPIM, DMK കക്ഷികളുമായി നേതാക്കൾ ആശയവിനിമയം നടത്തും. ജനറൽ സെക്രട്ടറി MA ബേബി സമയം അറിയിക്കുന്നത് അടിസ്ഥാനമാക്കിയാകും CPM-മായി ചർച്ചകൾ നടത്തുക. DMK-യുമായി കോൺഗ്രസ് നേരിട്ട് ചർച്ച നടത്തില്ല. സഖ്യത്തിലെ മറ്റേതെങ്കിലും കക്ഷികൾ ആരംഭിക്കുന്ന ചർച്ചകൾ പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് സാധ്യത. ആദിൽ പാലോടുണ്ട്. അതിലേപ്പോൾ ഇന്നലെ 23 കക്ഷികൾ പങ്കെടുത്തു. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഭിന്നത പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. DMK-ക്ക് പ്രശ്നമുണ്ട്, CPM-ന് പ്രശ്നമുണ്ട്, JMM-ന് പ്രശ്നമുണ്ട്. അതോടൊപ്പം അഖിലേഷ് യാദവിനും തേജസ്വി യാദവിനും ഒക്കെ അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത്. ഇന്ത്യ സഖ്യത്തിൽ പാർട്ടികൾക്കിടയിലുള്ള അതൃപ്തി പരസ്പരം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇന്ത്യ സഖ്യ യോഗത്തിൽ ഉയർന്നിട്ടുള്ള ധാരണ. അതിന്റെ ഭാഗമായാണ് യോഗം കഴിഞ്ഞപ്പോൾ തന്നെ CPM-ന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിനെ വിളിച്ച് വൈകുന്നേരം ഒന്നിരുന്ന് ചർച്ച ചെയ്താലോ എന്ന കാര്യം രാഹുൽ ഗാന്ധി ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്കില്ല, നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം നിലപാട് പറയാം എന്നാണ് ജോൺ ബ്രിട്ടാസ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തുടർ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. MA ബേബിയുടെ സമയം അനുസരിച്ചായിരിക്കും ഇതിന്റെ മറുപടി നൽകുകയും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യുക. ഇതിനൊപ്പം തന്നെ DMK-യെ തിരികെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പാർട്ടികളും പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് സ്വാഭാവികമായും DMK അങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടികൾ വഴി ചർച്ചകൾ നടത്തുന്നതാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയ ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ BJP DMK-യുമായി സംസാരിക്കുകയും ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന വാർത്തകൾ പ്രധാനമാണ്. അതിനിടെയാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് DMK-യെ മടക്കിക്കൊണ്ടുവരണം എന്ന അഭിപ്രായം ഉയരുകയും അതിനായുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തത്. ഏതായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുമിച്ച് പോകണമെന്ന സന്ദേശമാണ് ഇന്നലെ ദില്ലിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ആകെ തന്നെ ഉയർന്നു കേട്ടത്. ശരി, അപ്പോൾ തുടർ ചർച്ചകൾ കോൺഗ്രസ് നടത്താൻ പോവുകയാണ്. ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.